ഇൽമിന്റെ മജ്ലിസിൽ ആരെങ്കിലും സന്നിഹിതനായാൽ ഫകഅന്നമാ ഹദറ മജ്ലിസൽ അംബിയാ, പ്രവാചകന്മാരുടെ അലൈഹിമുസ്സലാം അവരുടെ സദസ്സിൽ സമ്മേളിച്ചതുപോലെയാണെന്ന് അല്ലാഹു അത്തരത്തിലുള്ള മേന്മയും ഗുണമയും തനിമയുമുള്ള ഒരു സദസ്സായി നമ്മുടെ ഈ സദസ്സിനെ സ്വീകരിക്കട്ടെ. പരിശുദ്ധമായ ഖുർആനിലെ ഒരു ചിന്തോദ്ദീപകമായ ചോദ്യവും അതിൻ്റെ ഉത്തരവുമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത്. വളരെ പേടിപ്പിക്കുന്ന ഒരു ചോദ്യം കൂടെയാണത്. കുൽ മുത്തുനബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അല്ലാഹു പറയാ, നിങ്ങൾ ആളുകളോട് ചോദിക്കേ, ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅ്മാല, കുറേ അമൽ ചെയ്തിട്ടും വല്ലാതെ പരാജയപ്പെട്ടു പോകുന്ന ഒരു വിഭാഗമുണ്ട്, അവരെ ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ? എന്താണ് അവരെ വലിയ പ്രശ്നം? അല്ലദീന ളല്ല സഅയുഹും ഫിൽ ഹയാത്തി ദുനിയ, ദുനിയാവിൽ അവർ കുറെ കഷ്ടപ്പെട്ടിട്ടൊക്കെ ഉണ്ട്, പക്ഷേ അതൊക്കെ പഴിച്ചുപോയി. പിന്നെയോ വഹും യഹ്സബൂൻ അന്നഹും യഹ്സിനൂന സുനഅ, അവരുടെ വിചാരം വഹും യഹ്സബൂൻ, അവർ വിചാരിക്കുന്നു അന്നഹും യഹ്സിനൂന സുനഅ, അവർ വലിയ നല്ല കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത് എന്നാണ് അവർ വിചാരിക്കുന്നത്. പക്ഷേ അവർ അമ്പെ പരാജയപ്പെട്ടു പോയവരാണ്. ആരാണവർ? ഉലൈക അല്ലദീന കഫറു ബിആയാതി റബ്ബിഹിം വലിഖാഇഹി, അല്ലാഹുവിനെ കൊണ്ടും അവനെ കണ്ടുമുട്ടുന്നത് കൊണ്ടും വിശ്വസിക്കാത്തവർ എന്ന് വെച്ചാൽ യഥാർത്ഥമായ അഖീദ പിഴച്ചുപോയവർ. ഫഹബിതത് അഅമാലുഹും, അവരൊരുപാട് അമലൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ അഖീദ തെറ്റിപ്പോയത് കൊണ്ട് തന്നെ അവരുടെ അമല് മുഴുവൻ പരാജയത്തിലാണ്. ഫലാ നുഖീമു ലഹും യൗമൽ ഖിയാമത്തി വസ്ന, അന്ത്യനാളിൽ അവർക്കൊരു ചെറിയ വില പോലും ഉണ്ടാവുകയില്ല. അല്ലാഹു നമ്മുടെ ഈമാൻ സംരക്ഷിക്കട്ടെ. ദാലിക ജസാഉഹും ജഹന്നമു ബിമാ കഫറു, അവർ കാഫിരീങ്ങളായതുകൊണ്ട് ഇനി അവരെ കാത്തിരിക്കുന്നത് ജഹന്നമുമാണ്. അല്ലാഹു കാക്കട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ആ നരകമൊക്കെ നമ്മൾ ആലോചിക്കണം. സയ്യിദുനാ റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഇവിടെ കൂടെ ഇങ്ങനെ ഒരു അടയാളം ഉണ്ടായിരുന്നു. എന്തായിരുന്നു? നരകം ആലോചിച്ച് കരഞ്ഞ് കരഞ്ഞ് കരഞ്ഞുപോയ ആ ഒരു കണ്ണുനീർ ചാലിട്ടൊഴുകിയതിന്റെ അടയാളം ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുഖത്തുണ്ടായി. നമ്മൾ ആലോചിക്കണം. ഇനി ഇവ അതിലേക്കാണെങ്കിലോ അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഒച്ചപ്പാടുകൾ, എൻജോയ്മെന്റുകൾ, എന്റർടൈൻമെന്റുകൾ, ഇതിന്റെ ഒക്കെ ഇടയിൽ ജഹന്നം അതൊരു പച്ചയായ യാഥാർത്ഥ്യമാണ്. അവിടെ നമ്മളൊന്നുമല്ല. നമ്മളെങ്ങാലും പഴച്ചവരാണെങ്കിൽ വസ്നൻ, ഒരു ഈച്ചയുടെ കൊതുകിന്റെ ചിറകിന്റെ വില പോലും നമുക്കുണ്ടാവില്ല. ഖുർആനാണ് പറഞ്ഞത്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഇപ്പൊ ഇവർക്കുള്ളത് നരകമാണ്. മാത്രമല്ല വത്തഖദു ആയാതി വറുസുലി ഹുസുവ, ഇവരുടെ വലിയൊരു സ്വഭാവം, ഇവരുടെ അഖീദ പഴച്ചു എന്ന് മാത്രമല്ല ഹുസുവൻ, സത്യമായതിനെയും പടച്ചവനെയും അംബിയായിനെയും എല്ലാം ഇവരിങ്ങനെ പരിഹസിച്ചുകൊണ്ടിരിക്കും. ഒരു തരം കളിയാക്കുന്ന സ്വഭാവക്കാരുമായിരിക്കും. ഈ സ്വഭാവമുള്ളവർ കുഫ്രിയത്ത് അവരിലുണ്ട്, അഖീദ പഴച്ചു പോയിട്ടുണ്ട്. അതുപോലെ മറ്റുള്ളവരെ വിമർശിക്കുകയും ചെയ്യും. ഇത്തരക്കാരെ പറ്റി ഖുർആൻ പറയാണ്, ഇവരുടെ വിചാരം വഹും യഹ്സബൂൻ, അവര് വിചാരിക്കാണ് അന്നഹും യഹ്സിനൂന സുനഅ, അവരെന്തൊക്കെയോ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്ന്. പക്ഷേ അവർ ഖാസിർ എന്നല്ല പറഞ്ഞത്, അഖ്സർ, അമ്പേ പരാജയപ്പെട്ടവർ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അങ്ങനെ ആ നരകം പറഞ്ഞു. ആ നരകത്തെ പറ്റി പേടിച്ച് നിൽക്കുമ്പോഴാണ് അല്ലാഹു നമ്മുടെ മനസ്സിനൊന്ന് കാമാക്കി തരുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സാലിഹാത്ത് കാനത് ലഹും ജന്നത്തുൽ
ജന്നത്തുൽ ഫിർദൗസ് നുസുലാ ഖാലിദീന ഫീഹാ ലാ യബ്ഗൂന അൻഹാ ഹിവലാ ഇന്നല്ലദീന ആമനൂ വഅമിലുസ്സാലിഹാത്ത്. ഈ താഉമ്മ നിർത്തുമ്പോൾ അങ്ങനെ നിർത്തുക. അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്. താ നിർത്തുമ്പോൾ ഒരു താവും ഒരു ചെറിയൊരു ഒരു കാറ്റ്. ഇന്നല്ലദീന ആമനൂ വഅമിലുസ്സാലിഹാത്ത് കാനത് ലഹും ജന്നത്തുൽ ഫിർദൗസ് നുസുലാ. അതേ താഴ് തന്നെയാണ് കാനത്തിലുള്ളത്. അവിടെ നമ്മള് എന്നാക്കൂല, കാരണം അവിടെ നിർത്തുന്നില്ല, കൂട്ടിയതാണ്. കാനത് ലഹും ജന്നത്തുൽ ഫിർദൗസ് നുസുലാ ഖാലിദീന ഫീഹാ ലാ യബ്ഗൂന അൻഹാ ഹിവലാ. അടച്ചോൻ പറയാണ്, ഇന്ന തീർച്ചയായും അല്ലദീന ആമനൂ യഥാർത്ഥമായ ഈമാൻ. ഇനി നമ്മളൊരു വിശ്വാസം എന്ന് പറഞ്ഞാലും ഈമാന്റെ അർത്ഥമില്ല. ഈമാൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു നഷ്ടപ്പെടാതെ നിർത്തി തരട്ടെ. വിശ്വാസം അത് ഈമാന്റെ ഒരു ശരിക്കും അർത്ഥമല്ല. ഇനി നമ്മൾ അതിനെന്ത് പറഞ്ഞു? സത്യവിശ്വാസം എന്ന് പറഞ്ഞു. എന്നാലും ഈമാനിന്റെ പൂർണ്ണമായ അർത്ഥമല്ല. കാരണം എല്ലാരും വിചാരിക്കുന്നത് അവരുടെ വിശ്വാസമാണ് സത്യമെന്ന്. ക്രിസ്ത്യാനികൾക്ക് ആ വിശ്വാസമുണ്ട്. ലോകത്തുള്ള ഒരുപാട് മതങ്ങൾ വിശ്വാസ വൈകല്യങ്ങൾ സംഭവിച്ചവർ അവർക്കൊക്കെ ഞങ്ങളെ വിശ്വാസാണ് സത്യമെന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷെ അതല്ല. ഇന്നല്ലദീന ആമനൂ ഈമാൻ കിട്ടിയവർ. എന്താണ് ഈമാൻ? ഈമാൻ എന്ന് പറഞ്ഞാൽ അല്ലാഹു ഹൃദയത്തിൽ കൊളുത്തി വെക്കുന്ന ഒരു വെളിച്ചമാണ്. അല്ലാഹു നിലനിർത്തി തരട്ടെ. ആ വെളിച്ചുണ്ടെങ്കിൽ ഇവിടെ നോക്കിയാൽ നമുക്ക് അർശും കുർസിയും ഒക്കെ കാണാൻ കഴിയും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പിശാചിന് ഇടം കൊടുക്കാതെ അല്ലാഹ് ഉണ്ടാക്കി വെച്ച അല്ലാഹുവിന്റെ ഒരു നൂറുള്ള ആ ഒരു വെളിച്ചം ഹൃദയത്തിൽ ഉണ്ടാവലാണ് ഈമാൻ. അല്ലാഹു ഒരു നിലക്കും അത് കെടാതെ നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ആ ഈമാന് കിട്ടി. അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദഅവത്ത് കേട്ടവരാണ് അബൂജഹൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനം കേട്ട ആളാണ്. എന്നിട്ട് അയാൾക്ക് കിട്ടിയിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരുപാട് മോഹിച്ചിട്ടുണ്ട്. തന്റെ എളാപ്പ അങ്ങനെ നോക്കിയ പിതൃവ്യൻ അബൂ ത്വാലിബ് എന്ന് വരാൻ ഹിദായത്ത് കിട്ടിയ ബാഹ്യമായ രംഗങ്ങളൊന്നും നമുക്കറിയില്ല. അപ്പൊ അത് അല്ലാഹു കനിഞ്ഞവർക്ക് കിട്ടുന്ന ഒരു വലിയ സൗഭാഗ്യമാണ്. അത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. അതൊരു നൂറാണ്. എത്ര നമ്മൾ സ്തുതിക്കണം. കോടി കൊടുത്ത കിട്ടുമോ? പണിയെടുത്ത കിട്ടുമോ? അല്ല തന്ന ഒരു നൂറ്. അതിന് അല്ല അതിലാണ്. അല്ല നീതിമാനാണ്. അവനിക്ക് അവൻ്റെതായ തീരുമാനങ്ങൾ. അത് നമുക്ക് ചോദിക്കാൻ അവകാശമില്ല. ഞാനെന്തിങ്ങനായി? ഓൻ കറുത്തല്ലോ, ഞാൻ വെളുത്തല്ലോ. ഓൻ കുള്ളനാണല്ലോ, ഞാൻ നീളനാണല്ലോ. അവനെന്തേ കഷ്ടപ്പാടിന്റെ ലോകത്ത് എനിക്ക് ഇതൊക്കെ അള്ളാന്റെ ഖദറാണ്. നമ്മുടെ ലോജിക്കിനും അപ്പുറമാണ്. അൽഹംദുലില്ലാഹ്. അള്ളാഹു നമുക്ക് ഈമാൻ തന്നു. കേട്ടാൻ പാടില്ല. എന്തു പോയാലും ഈമാൻ കെട്ടുപോകരുത്. അത് നിലനിൽക്കണം. ഇന്നല്ലദീന ആമനൂ, ആ ഈമാനിന്റെ യഥാർത്ഥമായ നൂറ് ഹൃദയത്തിലുണ്ടെങ്കിൽ വഅമിലുസ്സാലിഹാത്ത്, അതിനോടൊപ്പം സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്താൽ കാനത് ലഹും, അവനിക്കുണ്ട് ജന്നാത്തുൽ ഫിർദൗസ്. ജന്നാത്ത് ജന്നത്തല്ല, സ്വർഗമല്ല, സ്വർഗങ്ങളാണ്. നുസുലാ, വിരുന്ന് സൽക്കാരമായിട്ട് അവനിക്കുള്ളത്. കാനത്ത് എന്ന് പറഞ്ഞാൽ അവനിക്കുണ്ടാകും എന്നല്ല അർത്ഥം. കാനത്ത് പാസ്റ്റ് ആണ്, അവനിക്കുണ്ടായി. ആ സ്വർഗമൊക്കെ അല്ലാഹു പ്രിപ്പയർ ചെയ്ത് ഇങ്ങനെ കാത്തിരിക്കാണ്. അള്ളാഹു നമ്മുടെ ഈമാൻ സലാമത്താക്കട്ടെ.
അള്ളാഹു നമുക്ക് നല്ല അമല് ചെയ്യാനുള്ള ഭാഗ്യം നൽകട്ടെ. അമലുകളൊക്കെ കെട്ടുപോകാൻ നിമിഷം മതി, ഒരു വാക്ക്, ഒരു ചിന്ത. അള്ളാഹു അങ്ങനത്തെ ദുര്യോഗങ്ങളെ തൊട്ട് നമ്മളെ കാക്കട്ടെ. ഈമാനുണ്ട്, സ്വാലിഹായ അമലുമുണ്ടെങ്കിൽ നമ്മളെ കാത്തിരിക്കുന്നത് സ്വർഗമാണ്. സ്വർഗമാണ്, സുഖങ്ങളുടെ ലോകമായ സ്വർഗം. പഠിച്ചോൻ തരട്ടെ. എന്താണ് അതിന്റെ പ്രത്യേകത? ഖാലിദീന ഫീഹാ, ആ സ്വർഗത്തിൽ ശാശ്വതരാണ്. സ്വർഗത്ത് കയറിയ പിന്നെ പുറത്തു പോവോ? നമുക്ക് ഏത് അനുഗ്രഹം ഉണ്ടെങ്കിലും വലിയ പേടി എന്താ? ഈ അനുഗ്രഹം നഷ്ടപ്പെട്ടു പോവോ? എൻ്റെ ഈ ആരോഗ്യം പോയാലോ, എൻ്റെ ഈ ജോലി മിസ്സായി പോയാലോ, എനിക്ക് എന്തെങ്കിലും രോഗം വന്നു പോയാലോ, എൻ്റെ മക്കൾ അങ്ങനെ ആയാലോ, നമുക്ക് നമ്മുടെ നിഅമത്തിൽ പറ്റിയുള്ള ഏറ്റവും വലിയ ആശങ്ക നഷ്ടപ്പെടുവോ? അത് നഷ്ടപ്പെടുവോ? ഖാലിദീന ഫീഹാ, സ്വർഗത്തിൽ കടന്നാൽ അതിൽ ശാശ്വതരാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ലാ യബൂന അൻഹാ ഹിവലാ, സ്വർഗത്തിൽ ഒരാൾ കടന്നു കഴിഞ്ഞാൽ ആ സ്വർഗത്തെ തൊട്ട് ഒന്ന് മാറണമെന്ന പൂതി അവനക്ക് ഉണ്ടാകൂല. ഏത് അനുഗ്രഹമാണെങ്കിലും, ഏത് ടേസ്റ്റുള്ള ഫുഡാണെങ്കിലും കുറെ ആയാൽ മടുക്കും. ഒരു ചേഞ്ച്, അതാണ് ദുനിയാവിൻ്റെ ഒരു സ്വഭാവം. ഒന്ന് മാറിയ അതായിരുന്നെങ്കിൽ ഒരു ചേഞ്ച്, ഈ മാറ്റമേ സ്വർഗത്തിൽ ഉണ്ടാകൂല. കിട്ടിയാൽ, കൊണ്ടാൽ, അനുഭവിച്ചാൽ പൂതി തീരില്ല. അള്ളാഹു നമുക്ക് ഇഷ്ടം പോലെ തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. സ്വർഗത്തെ പറ്റി നമ്മൾ കേൾക്കണം, നരകത്തെ പറ്റി കരയുന്നതോടൊപ്പം സ്വർഗത്തെ പറ്റി നമ്മൾ ഇങ്ങനെ കേൾക്കണം. അപ്പോഴാണ് അതിലേക്ക് പോകാൻ നമുക്ക് പൂതി വരിക. എന്നോടൊരു ചെറുപ്പക്കാരൻ ചോദിച്ചു, കുറച്ച് സ്വർഗത്തിനെ പറ്റി പറഞ്ഞൂടെ? കാരണം ആ സ്വർഗത്തെ കേൾക്കുമ്പോഴല്ലേ അള്ളാന്റെ നിഅമത്തൊന്നുകൂടെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ശരിയാണ്, ഖുർആൻ എവിടെയെല്ലാം നരകം പറയുന്നുണ്ടോ ഉടനെ സ്വർഗവും പറയുന്നുണ്ട്. ഇവിടെയും പറഞ്ഞു വെച്ചു ആ സ്വർഗം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഒരാറാബി വന്നിട്ട് മുത്തു റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുകയാണ്, അഫിൽ ജന്നത്തി സമാ, സ്വർഗത്തിൽ കേട്ട് ആസ്വദിക്കാൻ പറ്റുമോ? അല്ലെ, നമുക്കൊരു ടെൻഷൻ വരുമ്പോ ഒരു പാട്ട് കേട്ടാൽ ഒരു സുഖാണ്. ഖുർആൻ നല്ല സ്വരത്തിൽ കേട്ടാൽ ഒരു സന്തോഷമാണ്. അല്ലെ, നമ്മൾ അനുഭവിക്കുന്ന, കാരണം നമുക്ക് 9 ഇന്റലിജൻസ് അള്ളാഹു ഉണ്ടാക്കിയതിൽ ഒന്ന് മ്യൂസിക്കൽ ഇന്റലിജൻസ് ആണ്. അതാണ് നമ്മുടെ പഴയ കാലത്തൊക്കെ ഉസ്താദുമാർ ആളുകളെ കിട്ടാൻ അവര് പ്രയോഗിച്ചൊരു ഹിക്മത്ത്, വിഷയം നേരെങ്ങനെ ഒരേ സ്വരത്തിൽ പറയുന്നതിന് പകരം ഒന്ന് നീട്ടിയും ഒന്ന് വലിച്ചും ഒന്നൊക്കെ ഇങ്ങനെ പറയുമ്പോ ആ മ്യൂസിക് ആകർഷിക്കും. അപ്പൊ അതങ്ങനെ കേട്ടിരിക്കും. ഒരു പ്രസംഗം നമുക്ക് ഒരമണിക്കൂർ കേൾക്കാൻ കഴിയുമെന്ന് നോക്കുക. എന്നാൽ അതൊന്ന് അങ്ങനെ ആ താളാത്മകമായിട്ട് പറഞ്ഞാൽ 2, 2.5, 3, 4 മണിക്കൂർ വരെ ഇന്നും കേൾക്കുന്നവരുണ്ട്. അത് മ്യൂസിക് ഇന്റലിജൻസ്, ആ ഒരു കാവ്യാത്മകതയോട്, ശബ്ദമാധുര്യത്തോട് നമ്മുടെ തലച്ചോറിൽ ഒരു ഇന്റലിജൻസ് തന്നെ ഉണ്ടെന്ന് സൈക്കോളജി പഠിപ്പിക്കുന്നുണ്ട്. ആ ഇന്റലിജൻസ് ആണ് നമുക്ക് കേട്ടാസ്വദിക്കാനുള്ള കഴിവുണ്ടാക്കുന്നത്. എന്താ ചോദ്യം? മുത്തുനബിയെ, ഞങ്ങൾക്ക് സ്വർഗത്തിലും കേട്ടാസ്വദിക്കാൻ കഴിയുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കേട്ടാസ്വദിക്കുന്നതിന് അത് ഇസ്ലാം അനുവദിച്ചതുണ്ട്. ഇസ്ലാം എല്ലാ ആസ്വാദനങ്ങൾക്കും അനുവാദം നൽകിയിട്ടുണ്ട്. പക്ഷെ അതിനൊരു ബൗണ്ടറി ഉണ്ട്. എന്തും എങ്ങനെയും കേട്ടാസ്വദിച്ച് താളം തുള്ളി ചാടണം എന്നല്ല പറഞ്ഞതിന്റെ താല്പര്യം. ഇപ്പൊ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കല്യാണത്തിന് പോയപ്പോ അവിടെ ഇങ്ങനെ ചെറിയ കുട്ടികൾ ഇങ്ങനെ പാട്ട് പാടുന്നുണ്ട്. അവരുടെ പാട്ടുകാരിയായിട്ട് അമ്പിയായിനെ പുകഴ്ത്തിക്കൊണ്ടും ബദരീങ്ങളെ പറ്റി പറഞ്ഞിട്ടൊക്കെയുള്ള പാട്ടുകളായിരിക്കും. അതിങ്ങനെ പാടുമ്പോ റസൂലുള്ളാഹി വന്നപ്പോ സദീഖുകൾ പറഞ്ഞു, നിർത്തി. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തനബി പറഞ്ഞു, പാടിക്കോട്ടെ, അത് നമുക്കൊന്ന് കേൾക്കാമല്ലോ. കുട്ടികൾ പാടട്ടെ. പാട്ട് കേൾക്കുന്നതിന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നിരോധിച്ചിട്ടില്ല. പക്ഷേ
അതിനൊരു ബൗണ്ടറി ഉണ്ട്. എന്തും എങ്ങനെയും എത്രയും കേൾക്കാമെന്നല്ല. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അപ്പൊ അഅറാബി വന്നിട്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഞങ്ങൾക്ക് സ്വർഗത്തിലും കേട്ടാസ്വദിക്കാൻ പറ്റുമോ? അപ്പൊ മുത്തുനബി ഫസഖത്തൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബ് ഇങ്ങനെ മിണ്ടാതിരുന്നു. കാരണം ചോദ്യം വന്നാൽ അള്ളാന്റെ വഹി കിട്ടിയിട്ടേ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്തരം പറയുള്ളൂ. ഇങ്ങനെ നിന്നു. ഒരു വല്ലാത്ത ചോദ്യമായല്ലോ, സ്വർഗത്തിൽ കേട്ടാസ്വദിക്കാൻ പറ്റുമോ? ഹബീബ് ഇങ്ങനെ മിണ്ടാതിരുന്നപ്പോ ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി. എന്നിട്ട് ചോദിച്ചു, ഐന സാഹിൽ, എവിടെ ചോദിച്ചവന്? സ്വർഗത്തില് കേട്ട് ആസ്വദിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചവനെവിടെ? ചോദ്യകർത്താവിനെ നോക്കിയിട്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാം വിശദീകരിക്കുന്നു, ഇന്ന ഫിൽ ജന്നത്തി മദീന, സ്വർഗത്തിലൊരു പട്ടണമുണ്ട്. ആ പട്ടണത്തെ ഇങ്ങനെ വിശദീകരിക്കാൻ അവിടെയുള്ള നിറങ്ങൾ, വൈവിധ്യങ്ങളാർന്ന പുഷ്പങ്ങൾ, പഴങ്ങൾ, അരുവികൾ, ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയാണ്, അവിടെ കുറച്ച് ഹൂറുല്ലീങ്ങൾ ഉണ്ടായിരിക്കും. ഹൂറുല്ലീങ്ങൾ നമുക്കറിയാലോ, അവരുടെ പ്രത്യേകത എന്താണ്? അവരൊക്കെ ഖുർആൻ പഠിച്ചവരാണ്. അവര് മനോഹരമായിട്ട് ഖുർആൻ അങ്ങനെ ഓതിക്കൊണ്ടിരിക്കും. സ്വർഗത്തിന്റെ അവസ്ഥ അതിങ്ങനെ കേൾക്കുമ്പോ നമ്മളൊന്നും ജീവിതത്തിൽ കേൾക്കാത്ത സ്വരമാധുര്യത്തോടെ മനോഹരമായി ഹൃദയസ്പൃക്കായ രൂപത്തില് ഹൂറുല്ലീങ്ങൾ അങ്ങനെ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കും. അത് കേട്ട് നമുക്ക് സ്വർഗത്തിൽ ആസ്വദിക്കാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഖുർആൻ ശരിക്കും അങ്ങോട്ട് കേട്ട് ആസ്വദിച്ചാൽ പിന്നെ നമുക്കൊരു സോങ്ങിന്റെയോ പാട്ടിന്റെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മ്യൂസിക്കിന്റെ ആവശ്യം ഉണ്ടാവില്ല. ഏറ്റവും മനോഹരം അള്ളാന്റെ കലാമല്ലേ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ സ്വർഗത്തിൽ ഹൂറുല്ലീങ്ങളെ നല്ല ഖുർആൻ ഒത്തുണ്ടായിരിക്കും. അതങ്ങനെ കേട്ട് ആസ്വദിക്കാൻ കഴിയും. അപ്പോ അറാബിയാണല്ലോ, അറാബികൾ ഇസ്ലാമിലേക്ക് വന്നിട്ടുള്ളൂ, ഡെപ്തായിട്ട് പഠിച്ചിട്ടൊന്നുമില്ല. അപ്പോ ഇതിങ്ങനെ കേട്ടപ്പോ അറാബിക്ക് വലിയ സന്തോഷം. അറാബി ചോദിച്ചു, മുത്തു നബിയെ, ഞാൻ നിങ്ങളെ അനുസരിക്കുകയാണെങ്കിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹൂറുല്ലീങ്ങളിൽ നിന്ന് ഒന്നിനെ എനിക്ക് കല്യാണം കഴിച്ചുതരുമോ? അപ്പൊ മുത്തുനബി പറഞ്ഞു, അലയ്യ അൻ ഉസവ്വിജക, അവരെല്ലാവരെയും ഞാൻ നിനക്ക് കല്യാണം കഴിച്ചു തരും. അറാബി പറഞ്ഞു, ലാ അഅസ്വീക അബദാ, ഇത്രയും നല്ല ഒരു രംഗം എനിക്ക് സ്വർഗത്തിലുണ്ടെങ്കിൽ ഇനി ഞാനൊരു അപരാധവും ചെയ്യില്ല. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ നമ്മുടെ ചിന്തയിൽ ഇടയ്ക്കൊക്കെ ഈ നരകൊന്നും ആലോചിച്ച് കാര്യമില്ല. ഇടയ്ക്കൊക്കെ നമ്മൾ അതും വീഡിയോ കാണുന്നതിന്റെ പകരം ഈ സ്വർഗമൊക്കെ ഒന്ന് ഇങ്ങനെ കിടന്ന് ആലോചിക്കുക. ഈ സ്വർഗത്തിന്റെ തരളിതയൊന്ന് ആലോചിക്കുക. ആ സ്വർഗത്തിന്റെ മനോഹാരിത, അവിടെയുള്ള ഹൂറുല്ലീങ്ങൾ, അവിടെയുള്ള ഗാനം, അവിടെയുള്ള അരുവികൾ, തേന്, പാല്, ഇതൊക്കെ ആലോചിക്കല് സുന്നത്താണ് കൂട്ടുകാരെ. അതൊരു വലിയ വഅളുമാണ്. നമുക്ക് കിട്ടാൻ പൂതിയാകും. ആ സ്വർഗത്തിന്റെ മഹാസുഖം അനുഭവിക്കുമ്പോ ഇവിടെയുള്ള തെറ്റുകളിൽ നിന്ന് നമ്മൾ മാറും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആ സ്വർഗത്തെ എങ്ങനെ വിശദീകരിക്കുമ്പോ കാണാം, ആ സ്വർഗത്തിൽ ഒരാൾ പ്രഭാതമായെന്നറിയുന്നത് ഹിജാബ്, പകല് എന്ന് പറഞ്ഞാൽ അതൊരു മറം കണ്ട് ഉയർത്തും. മറ ഉയർത്തി കഴിഞ്ഞാൽ അത് സ്വർഗത്തിലെ പകലാണ്. ആ മറ തന്നെ അങ്ങ് താഴ്ത്തിക്കഴിഞ്ഞാൽ അത് സ്വർഗത്തിലെ രാത്രിയുമാണ്. നിസ്കാര സമയങ്ങൾ അങ്ങനെ കടന്നുപോകും സ്വർഗത്തിൽ. എങ്ങനെയാണ് അതറിയുന്നത്? മാലാഖർ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, ഇതിങ്ങനെ ഉറക്കനങ്ങനെ ചൊല്ലുമ്പോൾ മനസ്സിലാകും ഇത് സ്വർഗത്തിലെ നിസ്കാരത്തിന്റെ സമയമാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സ്വർഗത്തിലെ ഒരാഴ്ചയായി എന്നറിയുന്നത് എങ്ങനെയാണ്? സ്വർഗത്തിൽ എങ്ങനെ നിൽക്കുമ്പോ വെള്ളിയാഴ്ചയാണ് ഇതെന്ന് എന്ന് സ്വർഗത്തിൽ മനസ്സിലാക്കല്. വെള്ളിയാഴ്ച ഒരു പ്രത്യേകതയുണ്ട്, ബിസിയാറത്തില്ല, അന്നാണ് അള്ളാനെ കാണാൻ പറ്റുന്ന ദിവസം. വെള്ളിയാഴ്ച
അള്ളാഹുവിനെ കാണാൻ വിശ്വാസികൾക്ക്, സ്വർഗനിവാസികൾക്ക് പ്രത്യേക അവസരം കിട്ടുന്ന മുഹൂർത്തമാണ് വെള്ളിയാഴ്ച. അള്ളാഹു നമുക്കതിനൊക്കെ തൗഫീഖ് നൽകട്ടെ. അപ്പൊ ഒരു ദിവസമായി എന്നുള്ളത് ആ മറങ്ങനെ ഉയരുമ്പോ മനസ്സിലാകും. നിസ്കാരത്തിന്റെ സമയങ്ങൾ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. അപ്പൊ സ്വർഗത്തിൽ പോയാൽ നിസ്കരിക്കണം. മാലാഖര് നിസ്കരിക്കാണ്. അവർക്ക് ആ ഇബാദത്തിലാണ് ഏറ്റവും വലിയ ലദ്ദത്ത്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആഴ്ചയാകുമ്പോ അള്ളാനെ കാണാനുള്ള അവസരം, മാസങ്ങളാകുമ്പോ മാലാഖര് വന്നിട്ട് സമ്മാനങ്ങൾ വിതരണം ചെയ്യും. മലായികത്തുകൾ വന്നിട്ട് സ്വർഗനിവാസികൾക്കൊക്കെ ഇഷ്ടം പോലെ ഹദിയാത്ത്, ഗിഫ്റ്റ് അങ്ങനെ കൊടുക്കുമ്പോ മനസ്സിലാകും മാസം ഒന്നായിട്ടുണ്ട്. പിന്നെയോ വർഷമാകുമ്പോ ഇന്നല്ലാഹ യദ്ഉക്കും തആമാ, അള്ളാന്റെ വക ഒരു വലിയ സദ്യ, ഒരു ഭക്ഷണ വിരുന്ന്. ഒരു വർഷം തികഞ്ഞാൽ അള്ളാന്റെ വക ഒരു പ്രത്യേകമായ വിരുന്ന് സൽക്കാരം ഉണ്ടാകും. അതുണ്ടാകുമ്പോ മനസ്സിലാകും ആ സ്വർഗത്തിലെത്തിയിട്ട് വർഷം ഒന്നായിട്ടുണ്ട്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എന്തൊരു സന്തോഷമായിരിക്കും, എന്തൊരു സന്തോഷമായിരിക്കും. മലക്കുകളോട് അള്ളാഹു പറയുന്ന ഒരു രംഗമുണ്ടല്ലോ, നിങ്ങൾ അടിമകളുടെ ഏടെടുക്കുക. കിതാബുണ്ടല്ലോ, നന്മയും തിന്മയും എഴുതുന്ന ഏട്. എന്നിട്ട് അവരുടെ ഏടുകളൊന്ന് തുറന്നു നോക്കുക. സ്വർഗം ചോദിച്ചവരുണ്ടെങ്കിൽ അവരെയൊക്കെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ നമ്മുടെ ഒരു വലിയ ഉത്തരവാദിത്തം എന്താണെന്ന് വെച്ചാൽ, ഇടക്കൊക്കെ ഒഴിഞ്ഞിരിക്കുമ്പോ ഈ സ്വർഗം ഇങ്ങനെ ആലോചിച്ചിട്ട് അല്ലാഹുവേ സ്വർഗം തരണേ, സ്വർഗം തരണേ, സ്വർഗം തരണേ. 3 തവണ ആരെങ്കിലും അല്ലാഹുവിനോട് സ്വർഗം ചോദിക്കുന്നുണ്ടെങ്കിൽ അവനിക്ക് വേണ്ടി സ്വർഗം അല്ലാഹുവിനോട് പറയും, അല്ലാഹുമ്മ അദ്ഖിൽഹുൽ ജന്ന, പടച്ചോനെ അവൻ എന്നെ ചോദിച്ചവനാണ്, അവനെ എന്നിലേക്ക് പ്രവേശിപ്പിക്കണേ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതാണ് ഹദ്ദാദിലെ അല്ലാഹുമ്മ ഇന്നാ നസ്അലുക റിളാക വൽ ജന്ന വനഊദു ബിക മിൻ സുഖ്തിക വന്നാർ. എത്ര തവണ? 3 തവണ. അല്ലാഹുവേ നിന്നോട് ഞങ്ങൾ സ്വർഗം ചോദിക്കുന്നു. 3 തവണ സ്വർഗം ചോദിച്ചാൽ സ്വർഗം അല്ലാഹുവോട് പറയാണ് അവരെ സ്വർഗത്തിൽ കടത്തണേ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുപോലെ 3 തവണ നരകത്തെ തൊട്ട് കാവലിനെ ചോദിച്ചാൽ നരകം പറയും, അല്ലാഹുവേ അവനെ എന്നെ തൊട്ട് കാക്കണേ. അതാണ് ഹദ്ദാദിൽ വനഊദു ബിക മിൻ സുഖ്തിക വന്നാർ. എന്ന് പറഞ്ഞാൽ നരകം, നരകത്തെ തൊട്ട് ഞങ്ങളെ കാക്കണേ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നല്ലോണം ചോദിച്ച് 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 നേടേണ്ട, ചിന്തകളിൽ കിട്ടേണ്ട ഏറ്റവും വലിയൊരു സുഖം സ്വർഗത്തെ പറ്റി കിട്ടുന്ന സുഖമാണ്. അവിടെയുള്ള മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി ആലോചിച്ച് കിട്ടുന്ന സുഖമാണ്. അള്ളാനെ കാണുന്നത് ആലോചിച്ചുള്ള സുഖമാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ജിബ്രീൽ അലൈഹിസ്സലാമിനെ അള്ളാഹു സ്വർഗനിവാസികളിലേക്ക് ഇങ്ങനെ അയക്കും. അപ്പോ ജിബ്രീൽ അലൈഹിസ്സലാം ചിലരെ കൂട്ടിങ്ങനെ സ്വർഗത്തിലേക്ക് പോകും. സ്വർഗത്തിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ കാര്യമായിട്ടുള്ള ഒച്ച എന്ന് പറഞ്ഞാൽ, സ്വർഗത്തിൽ കേൾക്കുന്ന ഏറ്റവും വലിയ ഒച്ച സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഈ ദുൽഹിജ്ജ 10 നമ്മൾ ഏറ്റവും കൂടുതൽ കൂട്ടേണ്ട ദിക്റും ഫഅക്ഫിറൂ ഫീഹാ. ഈ ദുൽഹിജ്ജ 10ന്റെ ശ്രേഷ്ഠത ഇങ്ങനെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിച്ചപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് സഹാബാക്കൾ ചോദിച്ചപ്പോൾ പറഞ്ഞത്, നിങ്ങൾ ഈ തസ്ബീഹും തഹ്മീദും തഹ്ലീലൊക്കെ കൂട്ടിക്കോളി. അതാണ് സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. അങ്ങനെ ഈ ഒച്ചയിൽ ഇതാണ് മുദ്രാവാക്യം. ഇതിലിങ്ങനെ മാലാഖര് അള്ളാന്റെ അടുക്കലേക്ക് ചിലരെ കൊണ്ടുപോവാണ്. സ്വർഗനിവാസികൾ നോക്കുമ്പോ അത് സയ്യിദുനാ ആദം അലൈഹിസ്സലാമാണ്. പിന്നെ പിന്നിലുള്ളത് സയ്യിദുനാ ഇബ്രാഹീം അലൈഹിസ്സലാം, പിന്നെ മൂസയുണ്ട്, ഈസയുണ്ട് അലൈഹിമുസ്സലാം. ഈ ദിക്റ് ചൊല്ലിയിട്ട് ഇവര് സ്വർഗത്തിലേക്ക് ഇങ്ങനെ പോവാണ്. അത് അമ്പിയാക്കളുടെ റൂട്ടാണ്, അമ്പിയാക്കളുടെ ഗാങ്ങാണ്. അമ്പിയ കഴിഞ്ഞാൽ
പിന്നെ ഈ ഉമ്മത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ളവർ ആരാന്നറിയോ? സിദ്ദീഖീങ്ങൾ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സിദ്ദീഖീങ്ങളിൽ ഒന്നാമനാരാ? അബൂബക്കറിന്റെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എന്തൊരു മനുഷ്യനാണത്! അല്ലാഹു നമുക്ക് മഹബ്ബത്ത് കൂട്ടി തരട്ടെ. അബൂബക്കറിന്റെ സിദ്ദീഖ് തങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് വെച്ച് എന്റെ റസൂല് പോയല്ലോ എന്നാലോചിച്ചിട്ടാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തോട് വിട പറയുന്നത്. ഹബീബ് വിട പറഞ്ഞ അതേ വർഷത്തിൽ അള്ളാഹു നമുക്ക് ഏറെ പഠിക്കാനുള്ള ഭാഗ്യം നൽകട്ടെ. അതൊരു വിങ്ങാണ് സിദ്ദീഖീങ്ങൾ. എന്താ സിദ്ദീഖീങ്ങൾ ഏറ്റവും വലിയ പ്രത്യേകത? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടക്കൂലേ, അത് വിശ്വസിക്കാൻ പറ്റൂലേ, അത് ലോജിക്കാണോ അൺലോജിക്കാണോ ആ ചിന്തയില്ല. റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ടെങ്കിൽ സദഖ റസൂലുള്ളാഹ്, അതിൽ പിന്നെ ഒരു ഡൗട്ടില്ല. ഇതാണ് സിദ്ദീഖീങ്ങൾ. അമ്പിയാക്കൾ കഴിഞ്ഞാൽ സിദ്ദീഖീങ്ങൾ, പിന്നെയുള്ളത് ശുഹദാഉല്ലാഹ്, അള്ളാന്റെ മാർഗത്തിലുള്ള രക്തസാക്ഷികൾ. ഇവരിങ്ങനെ ഗേങ്ങായിട്ട് ആദ്യം അമ്പിയാ, പിന്നെ സിദ്ദീഖീങ്ങൾ, പിന്നെ ഈ ശുഹദാക്കൾ. അങ്ങനെ സ്വർഗത്തിലെത്തുമ്പോഴോ അവിടെ കുറെ മിമ്പറുകൾ ഉണ്ടായിരിക്കും. മനാബീർ, ഇതാണല്ലോ മിമ്പർ. ഇങ്ങനത്തെ കുറെ പ്രകാശ മിമ്പറുകൾ. അതാർക്കുള്ളതാണ്? അള്ളാഹുവിന്റെ അമ്പിയായുള്ളതാണ്. തൊട്ടു പിന്നെയുണ്ടാകും കൂടെ സിദ്ദീഖീങ്ങൾക്ക് ഉന്നതമായ സ്ഥാനം, പിന്നെ ശുഹദാഇന് ഉന്നതമായ സ്ഥാനം, പിന്നെ നമ്മളെ പോലുള്ളവർക്ക്. അല്ലാഹു നമുക്കൊരിക്കലും അമ്പിയായിൽ പെടാൻ പറ്റൂല, പക്ഷെ ആരിൽ പെടാം? സിദ്ദീഖീങ്ങളിൽ നമുക്ക് പെടാൻ പറ്റും. ആ ഒരു സദഖ റസൂലുള്ളാഹി പറഞ്ഞാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ എനിക്ക് വേറെ തെളിവ് വേണ്ട, അതിൽ പിന്നെ ഒരു ചിന്തയില്ലാത്ത റസൂലുള്ളാഹി പറഞ്ഞല്ലോ എന്ന് മാത്രം ചിന്തിച്ച് ആ മഹബ്ബത്തുണ്ടെങ്കിൽ സിദ്ദീഖീങ്ങളിൽ പെടും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അങ്ങനെ അതിൻ്റെ ഒക്കെ പിന്നിലായിരിക്കും ചില മിസ്കിന്റെ കുന്നുകൾ ആയിരിക്കും നമ്മൾ ഓരോരുത്തർക്കും അല്ലാഹു സ്വർഗത്തിൽ നിക്ഷേപിക്കുക. ആ കുന്നിൽ ഇങ്ങനെ ഇരിക്കുമ്പോ അല്ലാഹു പറയും മാലാകരോട്. ഇന്നിപ്പോ മാലാകർ നമ്മളെക്കാൾ നല്ലവരും ഉന്നതരും ഉത്കൃഷ്ടരുമാണ്. സ്വർഗത്തിലെത്തിയാൽ നമുക്ക് വേണ്ടതൊക്കെ ചെയ്തു തരുന്നത് ഈ മാലാകരായിരിക്കും. മാലാകരോട് അല്ലാഹു പറയുന്നതാണ്, നിങ്ങൾ അവരെ ഭക്ഷണം കഴിപ്പിക്കണേ. 70,000 പ്ലേറ്റുകളായിരിക്കും. ആ ഭക്ഷണത്തിന്റെ പ്രത്യേകത ഹദീസുകൾ ഉദ്ധരിക്കുന്നു. ഒരു ഭക്ഷണം തുടങ്ങുമ്പോൾ ഒരു ടേസ്റ്റ് ആണെങ്കിൽ അത് തിന്നു തീരുമ്പോ മറ്റൊരു ടേസ്റ്റ്. ഒരേ ഭക്ഷണത്തിന് ഒരുപാട് രുചികൾ നൽകപ്പെടുന്ന ഇടമാണ് സ്വർഗം. അല്ലാഹു നമുക്കതൊക്കെ തൗഫീഖ് നൽകട്ടെ. അങ്ങനെ സ്വർഗത്തിലെ ഭക്ഷണവും സ്വർഗത്തിലെ ഇരിപ്പിടവും ആ സ്വർഗത്തിലെ സോഫയും സ്വർഗത്തിലെ തരുണീമണികളൊക്കെ ഇങ്ങനെ ആസ്വദിക്കുമ്പോ പിന്നെ അള്ളാന്റെ ഒരു ചോദ്യാണ്, ഇനി എന്തെങ്കിലും വേണോ? അപ്പോ സ്വർഗ നിവാസികളായ നമ്മളൊക്കെ പറയും, ഇതിക്കപ്പുറം എന്ത് കിട്ടാണ്ട്? അല്ല, ഇതൊക്കെ ഞങ്ങൾക്ക് തന്നില്ലേ, ഇനി ഇതിലപ്പുറം എന്തുണ്ട്? അപ്പയാണ് വേണമെങ്കിൽ ചോദിച്ചോളി എന്ന് പറയുമ്പോ നമ്മുടെ കൂട്ടത്തിൽ അള്ളാഹുവിനെ അറിയുന്ന ആളുകൾ ചോദിക്കും, ഞങ്ങൾക്ക് ഒരു പൂതി കൂടെയുണ്ട്. ഞങ്ങൾക്ക് നിന്നെ ഒന്ന് കാണിച്ചു തരുമോ? എന്നൊന്ന് കാണാൻ പോതിണ്ടല്ല. അപ്പൊ അള്ളങ്ങനെ വെളിവാകും. അപ്പൊ നമ്മൾ അള്ളാനെ കാണും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മൾ അള്ളാനെ കാണുന്ന രംഗം അതുപോലെ സുഖം എന്താ ഉള്ളത്? അല്ലാ നമ്മൾ എത്ര ഈ സുജൂദിലും നിസ്കാരത്തിലും പറയാ, അവനൊന്നും കാണണ്ടേ. ആ അള്ളാനെ കാണാനുള്ള അവസരം അള്ളാഹ് ഇങ്ങനെ തരുമ്പോ കാണുമ്പോ മനുഷ്യരൊന്നടങ്കം പറയും, സുബ്ഹാനക, ഇതെന്താ അല്ലാ, നിന്റെ പരിശുദ്ധിയെ ഞങ്ങൾ വാഴ്ത്തുന്നു, സുബ്ഹാനക. എല്ലാവരും സുജൂദിലങ്ങ് വീണുപോകും. അള്ളാഹിനെ കാണുമ്പോ സന്തോഷം കൂടുമ്പോ മനുഷ്യൻ ചെയ്യേണ്ട പണി എന്താ? അല്ലാഹു അക്ബർ, സുജൂദ് കണ്ടു പോവാ. അതിന്റെ പേര് ശുക്റിന്റെ സുജൂദ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹിനെ കാണുമ്പോ ഒരവാച്യമായ പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരു സുഖായിരിക്കും. അള്ളാഹു ഈ കണ്ട തെറ്റുമൂലം നമുക്ക് ആ നോട്ടം നിഷിദ്ധമാക്കാതിരിക്കട്ടെ. നമ്മുടെ കണ്ടുകൊണ്ട് അള്ളാഹിനൊന്ന് കാണണം.
അത് കണ്ടാൽ സന്തോഷം കൊണ്ട് സുജൂദിലുണ്ട് വീഴും. വീണ നമ്മൾ പിന്നെ സുജൂദിൽ നിന്ന് എണീക്കില്ല. സുജൂദ് തന്നെ സമയങ്ങളോളം സുജൂദ്. ആ സുജൂദിൽ അങ്ങനെ ലയിച്ചു പോകാൻ കാരണം അള്ളാഹ് കേൾക്കുമ്പോ തന്നെ എന്തൊരു സുഖമുണ്ട്. നമ്മുടെ ഈ വസ്വാസിനിടയിൽ അള്ളാഹുവിനെ യഖീനോടെ കണ്ടുകൊണ്ടെന്ന് കാണുന്ന സുഖം നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ. അത് കണ്ടാൽ സുജൂദിൽ എത്രയോ നാളുകൾ കടന്നു പോകും. പിന്നെ അള്ളാഹ് പറയും എണീറ്റോളി. അപ്പോഴേ നമ്മൾ എണീക്കുള്ളൂ. എണീറ്റിട്ട് അള്ളാനെ കാണാൻ ഭാഗ്യം കിട്ടിയ ആളുകൾ, നമ്മൾ പറഞ്ഞല്ലോ വെള്ളിയാഴ്ച അള്ളാനെ കാണാൻ ഒരു സൗഭാഗ്യമുള്ളവരുണ്ടാകും. അവര് അള്ളാഹുവിനെ കണ്ട് അവരുടെ സ്വർഗ കൊട്ടാരങ്ങളിലേക്ക് പോയാൽ ഈ അള്ളാനപ്പം കാണാൻ വരാത്തവരും കാണാൻ സൗഭാഗ്യം ആ ആഴ്ച കിട്ടാത്തവരൊക്കെ ഉണ്ടല്ലോ, അവരിങ്ങനെ മുഖത്ത് നോക്കിയിട്ട് പറയും, എന്തൊരു ചന്താണ് നിന്നെ കാണാൻ, നിന്റെ ഭംഗിയൊക്കെ ഉണ്ട് കൂടിപ്പോയല്ലോ. എന്തൊരു ഭംഗിയാണ്. എന്താ കാരണം? അള്ളാഹുവിനെ കണ്ട കണ്ണാണ്. ആ കണ്ണിന്റെ പ്രകാശം പരന്ന ശരീരമാണ്. അതാകെ ജ്വലിച്ച് തുടിച്ചു നിൽക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് സ്വഹാബാക്കളൊക്കെ അള്ളാഹുവിനോട് ഇങ്ങനെ പൊട്ടി 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 കരഞ്ഞ് ചോദിച്ചത്, അല്ലാഹുമ്മ ലാ തഹ്രിംനാ ലിഖാഅക്. സ്വർഗത്ത് കടന്നാൽ പോരാ, സ്വർഗത്തിനെ പറ്റി ഞാൻ അവിടെ പറയുന്നു. സ്വർഗത്തിനെ പറ്റി സ്വർഗത്തിൽ 70,000 ആളുകൾ ഹിസാബില്ലാതെ കടക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരിന്റെ സദസ്സിൽ ഉമർതങ്ങളുണ്ട്. കുറച്ചും കൂടെ കൂട്ടിത്തരി, കുറച്ചും കൂടെ കൂട്ടിപ്പറയും റസൂലുള്ളാഹ്. മുത്തുനബി കൂട്ടിക്കൊടുക്കാണ് വഹിയ മുഖേന. ഓരോ 70,000 കൂടെ വീണ്ടും ഒരു 70,000 ഉണ്ടാകും. 70,000 ഓരോരുത്തരോടും കൂടെ 70,000 ആളുകൾ. അൽഹംദുലില്ലാഹ്, പ്രതീക്ഷയുണ്ട് അല്ലേ? അത്രക്കും വലിയ വ്യൂഹം പോകുമ്പോ നമുക്കൊക്കെ അതിൽ കയറി പറ്റാൻ പറ്റുന്നു. പക്ഷേ മൃതങ്ങളാണ്, വിട്ടുകൊടുത്തില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, കുറച്ചും കൂടെ കൂട്ടി പറയൂ റസൂലേ. എന്തിനാണ്? നമുക്കൊക്കെ വേണ്ടിയാണ്. സയ്യിദുനാ ഉമർ റളിയല്ലാഹു അൻഹു ഹബീബിനോട് ഇങ്ങനെ ചോദിക്കണത്. ഉമർ തങ്ങൾ ഉമറുൻ ഫിൽ ജന്ന, സ്വർഗ്ഗത്തിലല്ലേ? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സലാസു ഹസയാത്തിൻ മിൻ ഹസയാത്തി റബ്ബി. അള്ളാന്റെ ഒരു 3 വാരലുണ്ടാകും. ആ വാരലിൽ പെട്ടവരൊക്കെ സ്വർഗത്തിലാണ്. അപ്പോഴും ഉമർ റളിയല്ലാഹു അൻഹു ഇഞ്ഞൊന്ന് കൂട്ടി. അവിടെ സുദ്ദീഖുണ്ടായിരുന്നു റളിയല്ലാഹു അൻഹു. സോഹ എന്ന് പറഞ്ഞാൽ അട്ടഹസിജുന. സുദ്ദീഖ് ഇങ്ങനെ ചോദിക്കല്ലേ, ഹസ്ബുന, നമുക്കിത് പോരെ? ഉമർ തങ്ങൾ പറഞ്ഞു, അബൂബക്കർ റസൂലുള്ളാഹിനെ വിട്ടോളി, അള്ളാന്റെ ഫളിലെന്നല്ലേ റസൂലുള്ളാഹി ചോദിക്കണത്, ചോദിച്ചോട്ടെ. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, ഉമറേ, അള്ളാന്റെ ഒരു പിടുത്തം, അള്ളാന്റെ 3 പിടുത്തം ഉണ്ടാന്ന് പറഞ്ഞില്ലേ, അള്ളാന്റെ ഒരു പിടുത്തത്തിൽ തന്നെ ഈ ലോകത്തുള്ള സർവ്വ മനുഷ്യരും പെടൂലേ, പിന്നെന്തിനാണ് കുറെ ചോദിക്കുന്നത്? ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞു, ഇപ്പൊ എനിക്ക് കാര്യം ബോധ്യമായി, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ ഈ 70,000-70,000-നൊപ്പം ഓരോ 70,000 അവരോടുകൂടെ വീണ്ടും ഓരോ 70,000 ഇതൊക്കെ പറയുമ്പോ ഒരു ചെറിയ പ്രതീക്ഷ അല്ലേ? കൂട്ടത്തിൽ പെട്ടാലോ? അല്ലാഹു പെടുത്തട്ടെ, പെട്ടാൽ പോരാ. നമ്മുടെ ലക്ഷ്യം അവിടെ സ്വർഗത്തിലെത്തി അല്ലാഹുവിനെ കണ്ടുമുട്ടണം. അതിനുള്ളിൽ ഒരു വസ്വാസം ഉണ്ടാവരുത്. കണ്ണ് പരമാവധി പരിശുദ്ധമാകണം. നല്ലോണം തൗബ ചെയ്ത് മിൻ ഖശിയത്തില്ലാ, അല്ലാഹനെ ഇങ്ങനെ ആലോചിച്ച് അത്രയൊക്കെ നിയമത്ത് തന്നിട്ടും ഈ അള്ളാനെ മറന്നല്ലോ എന്ന് ആലോചിച്ച് കണ്ണിന്നിങ്ങനെ കണ്ണുനീര് വന്നുകൊണ്ടിരിക്കണം. കരഞ്ഞ് അള്ളാനെ ഓർത്തു കരഞ്ഞ കണ്ണ്, അതിനുറപ്പാണ് അള്ളാനെ കാണാൻ പറ്റും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ.
അവസാനിപ്പിക്കുകയാണ്. അപ്പൊ സ്വർഗം അതങ്ങനെ വിശദീകരിച്ചാൽ കഴിയില്ല. പക്ഷെ നമ്മൾ സ്വർഗത്തെ പറ്റി ഒരുപാട് ഇങ്ങനെ പറയുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നമുക്കതിൽ എത്താനും ബോധ്യമുണ്ടാകും. അതിന് നമ്മൾ മെനക്കെടും ചെയ്യും. ഒരു 4 കാര്യങ്ങൾ 1 മിനിറ്റ് കൊണ്ട് ഞാൻ പറയാം. സ്വർഗം ഉറപ്പാക്കുന്ന 4 കാര്യങ്ങൾ. ഇന്ന് നമ്മളത് തുടങ്ങണം. 1, അഫ്ശുസ്സലാമ. സ്വർഗം കിട്ടാൻ ഉറപ്പ് വേണോ? 4 കാര്യം. 1, സലാമിനെ വ്യാപിപ്പിക്കാം. സലാം പറഞ്ഞാൽ പോരാ. അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കും. സലാം അങ്ങനെ കൂട്ട മടി പാടില്ല. ഒരാളെ കണ്ടു കുറച്ച് അപ്പുറത്തു കൂടി ഇങ്ങനെ വീണ്ടും കണ്ടാൽ അപ്പോഴും സലാം പറയണം. അല്ലാഹു ഭാഗ്യം നൽകട്ടെ. സലാം അത് വൃത്തിയില്ല. അസ്സലാമു അലൈക്കും. ഈ സ്വർഗം കിട്ടുക എന്നുള്ള ലക്ഷ്യത്തോടെ അസ്സലാമു അലൈക്കും ഇത് പറയാ. രണ്ടാമത്തത് ഭക്ഷണം കൊടുക്കാൻ കഴിയുന്നിടത്തൊക്കെ, ഭക്ഷണത്തിന്റെ ആവശ്യമുള്ളവർക്കൊക്കെ ഭക്ഷണം ഇങ്ങനെ കൊടുക്കുക. സ്വർഗം കിട്ടും. വസിലുൽ അർഹാമ, കുടുംബബന്ധം ചേർക്കുക. അങ്ങോട്ട് വന്നിട്ടില്ലെങ്കിലും അങ്ങനെ ഒരു പ്ലാൻ. മാസത്തിൽ 1 ദിവസമെങ്കിലും കുടുംബക്കാരെ കാണാൻ, അമ്മായിമാര് വല്യമ്മമാരെ കാണാൻ 1 ദിവസമെങ്കിലും നമ്മൾ എല്ലാ മാസവും റിസ്ക് എടുത്ത് മാറ്റി വെക്കണം. എന്തൊരു മെച്ചാണ് എന്നറിയോ? കുടുംബ സന്ദർശനത്തിന് ഇസ്ലാം പറയുന്ന ഗുണങ്ങൾ എത്രയാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അപ്പൊ 1, സലാം വ്യാപിപ്പിക്കുക. ഭക്ഷണം കൊടുക്കാൻ അവസരം കൊടുത്തു പോകും. ഭക്ഷണം കൊടുക്കുക. കുടുംബബന്ധം നല്ലോണം ചേർക്കുക. വസല്ലുൽ ലയാലി, തഹജ്ജുദ് നിസ്കരിക്കുക. ആളുകൾ ഉറങ്ങുമ്പോൾ എണീറ്റ് നിസ്കരിക്കുക. ആൾക്കാർ ഉറങ്ങായിരിക്കും. അൽഹംദുലില്ലാ, നമ്മൾ എത്ര ഭാഗ്യം ചെയ്തവരാണ്. ഈ മഴ, തണുപ്പ്, നേരത്തെ ജമാഅത്തായി നിസ്കരിക്കാനും ഖുർആൻ ക്ലാസ് കേൾക്കാനൊക്കെ വരാൻ പറ്റി. പടച്ചവൻ ഇതിൻ്റെ ഒക്കെ ബർക്കത്ത് കൊണ്ട് ഇതൊക്കെ അള്ളാഹു കബൂലാക്കിയിട്ട് ഇതൊക്കെ അള്ളാഹു സ്വീകരിച്ച് സ്വർഗം ഉറപ്പിക്കപ്പെട്ട സൗഭാഗ്യവാന്മാരിൽ പോരാ, ആ സ്വർഗത്തിൽ പോയി അള്ളാഹുവിനെ കാണുന്ന ഭാഗ്യവാന്മാരിൽ, മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. യാ റബ്ബ് യാ അല്ലാഹ്, പാവപ്പെട്ട ഞങ്ങൾ ഇതായി പ്രഭാതത്തിൽ ഈദുൽ ഹിജ്ജയിൽ റബ്ബേ നിന്റെ ദീന് പറയാനും കേൾക്കാനും ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നീ കബൂലാക്കി തരണേ അല്ലാഹ്. നീ റഹ്മാനല്ലേ, റഹീമല്ലേ, കാരുണ്യവാനല്ലേ, വദൂദല്ലേ, ഞങ്ങളെ ഏറെ ഇഷ്ടപ്പെടുന്നവനല്ലേ അല്ലാഹ്. ഈ സദസ്സ് സ്വീകരിക്കണേ അല്ലാഹ്. ഇതിന്റെ പകരം ഞങ്ങൾക്കും ഞങ്ങളുടെ മശായിഖന്മാർ, ഉസ്താദുമാർ, ഞങ്ങളുടെ ഉമ്മ ഉപ്പ, ഞങ്ങളെ സ്നേഹിച്ചവർ, സഹായിക്കുന്നവർ എല്ലാവർക്കും ജന്നത്തുൽ ഫിർദൗസ് തന്നെ ഉജൂബാക്കി തരണേ അല്ലാഹ്. ജന്നത്തുൽ ഫിർദൗസ് ഉജൂബാക്കണേ അല്ലാഹ്. ജന്നത്തുൽ ഫിർദൗസ് ഉജൂബാക്കി അല്ലാഹ് നിന്നെ കണ്ടുമുട്ടുന്ന ആ വലിയ സുവർണാവസരം ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. നൽകണേ അല്ലാഹ്, നൽകണേ അല്ലാഹ്. അടച്ചറപ്പേ, ഞങ്ങൾക്ക് അവിടെയൊക്കെ ഷഫാഅത്ത് ചെയ്യാൻ, ഹൗദുൽ കൗസർ നൽകാൻ അവിടുത്തെ മാസ്റ്ററും ക്യാപ്റ്റനും മുഹമ്മദ് മുസ്തഫയാണല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തോട് നിറഞ്ഞ മഹബ്ബത്തും ഇഷ്ഖും നൽകണേ അല്ലാഹ്. ഇതിൻ്റെ ഒക്കെ പുണ്യം അവിടത്തേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. അസ്ഹാബ് അഹ്ലു ബൈത്ത് ഞങ്ങളിൽ നിന്ന് മരിച്ച എല്ലാവരും എത്തിക്കണേ അല്ലാഹ്. റബ്ബേ, ദുൽഹിജ്ജയുടെ ആദ്യ 10 ശ്രേഷ്ഠമായ ദിനങ്ങൾ കുറെ ഉപയോഗപ്പെടുത്താനുള്ള, അമല് ചെയ്യാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. ഞങ്ങളെ ഈമാൻ സലാമത്താക്കണേ അല്ലാഹ്. ഈമാൻ സലാമത്താക്കണേ അല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഉൾക്കൊണ്ട് ഹൃദയത്തിൽ അതങ്ങനെ ഒരു ദീപം പോലെ, പ്രകാശം പോലെ, വിളക്ക് പോലെ അണയാതെ കൊണ്ടു നടക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ ഖൈറ് നൽകണേ അല്ലാഹ്. ഞങ്ങളെ വിജയിപ്പിക്കണേ അല്ലാഹ്. ഞങ്ങളെ ഉയർച്ചയിലാക്കണേ അല്ലാഹ്. ഞങ്ങളെ കാക്കണേ അല്ലാഹ്. ഞങ്ങളെ ഏറ്റെടുക്കണേ അല്ലാഹ്. ഞങ്ങൾ ഹലാലായ മുറാദുകളൊക്കെ ഹാസ്വലാക്കി തരണേ അല്ലാഹ്. ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരുപാട് പേര് ഹജ്ജിന് റബ്ബേ നിന്റെ പരിശുദ്ധ ഭൂമികയിൽ വിരുന്നുകാരായി എത്തിയിട്ടുണ്ട്. അവരൊക്കെ നീ സഹായിക്കണേ അല്ലാഹ്. നല്ല നിയ്യത്തും മനക്കരുത്തും കൊടുക്കണേ അല്ലാഹ്. നല്ല അമല് ചെയ്യാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. ഒരു ബുദ്ധിമുട്ടില്ലാതെ ഹജ്ജ്, ഉംറ, സിയാറത്തൊക്കെ ചെയ്ത് സന്തോഷത്തോടെ മടങ്ങി വരാൻ അവർക്ക് ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളെ ശരീരമാ സകലം സുഖമാക്കണേ അല്ലാഹ്.
സുഖമാക്കണേ അല്ലാഹ്, സുഖമാക്കണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങളെ ഈ പള്ളിയെ, മദ്രസയെ, മുതഅല്ലിമീങ്ങളുടെ അവരുടെ ചെലവിലേക്കൊക്കെ വലിയ സംഭാവനകൾ നൽകുന്നവർ റബ്ബേ, ഈ പുണ്യമായ സമയത്തിൻ്റെ എല്ലാ ബർക്കത്തും ഖൈറാത്തും ഹസനാത്തും ആ സഹായിക്കുന്നവർക്കൊക്കെ നൽകണേ അല്ലാഹ്. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കണേ അല്ലാഹ്. സ്വർഗ്ഗം ഞങ്ങൾക്ക് വുജൂബാക്കണേ അല്ലാഹ്. അല്ലാഹുമ്മ അസ്ലിഹ് ഉമ്മത്തനാ വഅഇമ്മത്തനാ വഖുലാത്തനാ വവുലാത്തനാ വവുലാത്ത ഉമൂരിനാ വഉലമാഅനാ വഉമറാഅനാ വഫുഖഹാഅനാ വസാദാത്തിനാ യാ അല്ലാഹ് യാ റബ്ബ് യാ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ